ഇന്ന് ശരിക്കും അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, വനിതകൾ സത്യത്തിൽ പുരുഷന്മാരുടെ കരുത്ത് തന്നെയാണ്. ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പലരും നിഷേധിക്കുമെങ്കിലും ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ശരിക്കും. നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഒരു തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ചപലതയെ സ്ത്രീ എന്ന് വിളിക്കുമെന്ന് ഷേക്സ്പിയർ ഒരിക്കൽ പറയണ്ടായി. പക്ഷേ അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. അത് സ്ത്രീയുടെ മഹത്വം അറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു. ലോകത്തെ എപ്പോഴും വർണ്ണാഭമാക്കുന്നതും സമ്പുഷ്ടമാക്കുന്നതും അത് സ്ത്രീയുടെ മഹത്വം തന്നെയാണെന്ന് ഷേക്സ്പിയർ വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞപ്പം പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അപ്പോൾ അത് ശരിക്കും എൻ്റെ കുടുംബത്തിലും എൻ്റെ ഓഫീസിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും അതുപോലെ തന്നെ സമൂഹപരമായിട്ടുള്ള ജീവിതം ഒക്കെ പരിശോധിക്കുമ്പോൾ എനിക്കും അത് ഒത്തിരി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസ് എല്ലാവരും, ആരെയും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവരും എനിക്ക് ഒത്തിരി കരുത്ത് നൽകുന്ന ആൾക്കാരാണ്. ഞാനൊരു ദിവസം വരാതിരുന്നാൽ പോലും അല്ലെങ്കിൽ ഓഫീസിൽ വന്നില്ലെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തലേദിവസം ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ ചെയ്തു വയ്ക്കാൻ അല്ലെങ്കിൽ ആ വർക്ക് പൂർത്തിയാക്കാൻ അവരൊത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം ഔദാര്യമാണെന്ന് ചിന്തിക്കുന്ന കാലത്താണ് നമ്മൾ ഇന്ന് വിമൻസ് ഡേ ആഘോഷിക്കുന്നത്. സ്ത്രീക്ക് എന്നും വേണ്ടത് അവളെ അംഗീകരിക്കുക എന്നുള്ളതും അവളെ മനസ്സിലാക്കുക എന്നുള്ളതുമാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പിന്നെ അവരുടെ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ്. ആ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം, സമ്പാദിക്കണം. ഇതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനും കണക്ക് പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. സ്ത്രീകൾ അധ്വാനിക്കുകയും സമ്പാദിക്കുകയും വേണം. അതുകൊണ്ട് അടുത്ത വിമൻസ് ഡേക്ക് നിങ്ങളുടെ മുന്നിൽ ഔദാര്യത്തിൻ്റെ കണക്ക് പുസ്തകം ആരും തുറക്കാതിരിക്കട്ടെ. ഹാപ്പി വിമൻസ് ഡേ.